പ്രേസ് ഗോഡ്. ഞാൻ എൻ്റെ ലൈഫിലെ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ടൈമിലെ ചില ഗോഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നും കുർബാനയ്ക്കൊക്കെ പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ കല്യാണം നടന്നത് കോവിഡ് സമയത്തായിരുന്നു. സോ കല്യാണത്തിന് ശേഷം എനിക്കങ്ങനെ റെഗുലറായിട്ട് ഹോളി മാസിന് പോയി പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നീട് കോവിഡ് സിറ്റുവേഷനൊക്കെ മാറി അങ്ങനെ ഒരു ഡിസംബറിൽ 25 ദിവസം നോയമ്പിൽ മുടങ്ങാതെ പരിശുദ്ധ കുർബാനയ്ക്ക് പോയി ഒരു കുഞ്ഞാവയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങാൻ ഈശോ എന്നെ അനുവദിച്ചു. ആ ജനുവരി 1 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അതായത് ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഈശോയുടെ വലിയൊരു ഗിഫ്റ്റാണ്. നമുക്കതിൻ്റെ അകത്ത് വലിയ റോളൊന്നുമില്ല. ഞാൻ ശരിക്കും സറണ്ടർ ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഗോഡ് ഹാസ് പെർഫെക്റ്റ് ടൈമിംഗ് എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമായിക്കോട്ടെ അത് ഡിലേ ആവുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, നമ്മളുടെ പ്രിപ്പറേഷൻ ഈശോ ആഗ്രഹിക്കുന്ന പോലെ പൂർത്തിയായിട്ടില്ല. അപ്പം നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നാൽ ഈശോയുടെ സമയത്ത് ഈശോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് തരും. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 7 മാസത്തിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ അതിനു മുമ്പേ ജോലിക്ക് കയറാൻ ഈശോ എന്നെ അനുഗ്രഹിച്ചു. അപ്പം ഇപ്പം ഞാൻ ചിന്തിക്കുവാണ്, അന്ന് ഞാൻ ജോലിക്ക് കയറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടാൻ ഒരുപാട് താമസിച്ചേനെ. അപ്പോൾ ഈശോ നൽകുന്ന ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ ആത്മീയമായും ശാരീരികമായും ഒക്കെ എന്നെ പൂർണ്ണമായിട്ട് ഒരുക്കിയിട്ടാണ് ഈശോ എനിക്ക് കുഞ്ഞിനെ തരുന്നത്. അതുപോലെ എൻ്റെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ കാലഘട്ടത്തിൽ 4 മാസത്തോളം എനിക്ക് ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ ഇട്ട് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് നേരത്തെ ഞാൻ ചിന്തിച്ചിരുന്നത് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും, അങ്ങനെ വിശുദ്ധിയായ കുഞ്ഞാവയ്ക്ക് വേണ്ടി ഒരുങ്ങുമെന്നൊക്കെ. പക്ഷേ എനിക്ക് ആ സിറ്റുവേഷനിൽ ഒരു നെമ്മാർത്തരമേ പോലും ചെല്ലാനോ ഈവൻ സൺഡേ പോലും ഹോളി മാസിന് പോകാനോ പോലും പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷൻ. കാരണം എപ്പോഴാണ് വൊമിറ്റ് ചെയ്യുന്നതെന്നറിയില്ല. അപ്പോൾ ആ സമയത്തും അതുപോലെ അതിനുശേഷം ഡെലിവറിയുടെയും അത് കഴിഞ്ഞുള്ള സമയത്തൊക്കെ എന്നെ ശക്തിപ്പെടുത്തിയൊരു വചനമാണ് 1 തിമോത്തിയോസ് 2:15. എങ്കിലും സ്ത്രീ വിനയത്തോടെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിന്നാൽ മാതൃത്വത്തിലൂടെ അവർ രക്ഷിക്കപ്പെടും. എങ്കിലും സ്ത്രീ വിനയത്തോടെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിന്നാൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. അതായത് നമുക്കറിയാം, നമ്മളെല്ലാവരും ഈശോയുടെ കുരിശിലെ മരണത്തിലൂടെയാണ് രക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഇവിടെ വചനം പറയുന്ന ഇതാണ്, ഒരു സ്ത്രീ അമ്മ എന്ന നിലയ്ക്ക് അവൾ സഹിക്കുന്ന സഹനങ്ങൾ, ആത്മീയവും ശാരീരികവും മാനസികവുമായിട്ടുള്ള സഹനങ്ങൾ, അത് ഈശോയുടെ കുരിശിലെ സ്ഥാനത്തോട് ചേർത്ത് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്കതിലൂടെ രക്ഷിക്കപ്പെടാം. ആ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. അപ്പോൾ എനിവേ നമുക്ക് ഈ സഹനങ്ങളൊക്കെ സഹിക്കണം. എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമാക്കിക്കൂടെ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം അതിനുശേഷം ഫസ്റ്റ് 4 മന്ത്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ വോമിറ്റിങ് കുറഞ്ഞു. അപ്പോൾ അന്നേരത്തേക്ക് എനിക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. ആ സമയത്തൊക്കെ എന്നെ കൂടുതലായിട്ട് സഹായിച്ച ഒരു പ്രെയർ ബുക്കാണ് കുഞ്ഞു മഹത്വം പ്രാപിക്കാൻ എന്നുള്ളത്. അപ്പോൾ അതിൽ ഓരോ ദിവസവും ചെല്ലേണ്ട പ്രേയേഴ്സുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയൊരു ബുക്കാണ്. ഇപ്പം ബൈബിളിലെ വിശുദ്ധരായ ഓരോരോ വ്യക്തികളുടെ ഓരോരോ ക്യാരക്ടർ കുഞ്ഞിന് കിട്ടാൻ വേണ്ടി ഓരോ ദിവസം നമ്മൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കിട്ടാൻ, അതുപോലെ കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയമായ എല്ലാ നന്മകൾക്കും വേണ്ടിയുള്ള പ്രേയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ബുക്ക് എന്നെ വളരെയധികം സഹായിച്ചു. അപ്പം ഈശോയെ പോലെ മാതാവിനെ പോലെ ക്യാരക്ടറുള്ളൊരു നല്ല വിശുദ്ധനായ കുഞ്ഞാവെ ലഭിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഓരോ ദിവസം പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ, എന്തെങ്കിലും ഒരു ദിവസം മുടങ്ങി പോയാൽ വേറെ ദിവസം നമ്മളത് ചൊല്ലി അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഈശോ അനുവദിച്ചു. അതുപോലെ തന്നെ കിട്ടുന്ന സമയത്തൊക്കെ കർണക്കൊന്തയെല്ലാനും സുഹൃത്ത് ജപങ്ങൾ ചൊല്ലിക്കൊണ്ട് നടക്കാനും, അതുപോലെ ബൈബിള് പുതിയ നിയമം വായിച്ചു തീർക്കാൻ ഈശോ അനുവദിച്ചു. സങ്കീർത്തനങ്ങൾ വായിക്കാൻ പറ്റി. അപ്പം അങ്ങനെ എല്ലാ വിധത്തിലും പ്രാർത്ഥിച്ചിരുന്നാൻ പറ്റി. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വോമുക്യാറ്റ് റിട്രീറ്റ് കൂടാൻ പറ്റി, മംഗളവാർത്ത ധ്യാനം കൂടാൻ പറ്റി, ഓഫ്ലൈനായിട്ട് അസേസിൽ പോയി ഒരു ആഴ്ച ധ്യാനം കൂടാൻ പറ്റി. അങ്ങനെ കിട്ടിയ അവസരങ്ങളൊക്കെ പാഴാക്കാതെ പ്രാർത്ഥിക്കാൻ ഈശോ എന്നെ അനുവദിച്ചു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകെ ഡെലിവറി അടുക്കാറായപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഞാൻ ഒട്ടും വേദന സഹിക്കുന്ന ഒരാളായിരുന്നില്ല, ചെറിയ സഹനങ്ങൾ പോലും ഏറ്റെടുക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഡെലിവറിയെ സമർപ്പിച്ച് പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് കൊന്ത ചൊല്ലിയായിരുന്നു, മാതാവിനോടാണ്. കാരണം മാതാവിന് ഈശോയെ പ്രസവിച്ച ആളാണല്ലോ. അപ്പോൾ മാതാവിന് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. മാതാവിനാണ് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് എന്നെനിക്കൊരു തോന്നൽ. അപ്പം ഞാൻ അതുകൊണ്ട് മാതാവിനോട്, മാതാവെ കൈ പിടിച്ചു കൂടെ ഉണ്ടായിരിക്കണേ, പിന്നെ എൻ്റെ കാവൽ മാലാഖയെ, കുഞ്ഞിൻ്റെ കാവൽ മാലാഖയെ, സകല വിശുദ്ധരെ മാലാഖമാരെ, ആ ഡെലിവറി സമയത്തെയും അവിടെയുള്ള ഡോക്ടേഴ്സിനെ നഴ്സുമാരിനെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ ഡെലിവറി സമയത്ത് മാതാവ് കൈ പിടിച്ചെൻ്റെ കൂടെ വന്ന പോലെ തന്നെയായിരുന്നു എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത്. കാരണം എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അലീന. അപ്പോൾ അവളൊരു ഡോക്ടറാണ്. അപ്പം എൻ്റെ ഡെലിവറിക്ക് കുറച്ച് മാസം മുമ്പ് ഞാൻ കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. പക്ഷേ അവൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്.
അവൾക്ക് ഡേ ടൈം മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ. ആകെപ്പാടെ മാസത്തിൽ ഒരു ദിവസമാണ് അവൾക്ക് 24 hours വർക്കിംഗ് ആയിട്ടുള്ളത്. ഇപ്പം ഡെലിവറി എന്ന് പറയുന്നത് ഏത് സമയത്ത് വേണേൽ നടക്കാം. അതുകൊണ്ട് അവൾ എൻ്റെ അവിടെ ഉണ്ടാകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല എൻ്റെ ഗൈനക്കോളജിയുടെ ഡോക്ടർ അവൾക്ക് പെർമിഷൻ കൊടുത്താലേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഡെലിവറി ഇങ്ങനെയാണ് സംഭവിച്ചത്. അതായത് 2022 ഓഗസ്റ്റ് 27 ഞാൻ നോർമൽ ചെക്കപ്പിനായിട്ട് ചെല്ലുന്നു. അപ്പം എനിക്ക് കുഞ്ഞിന് അനക്കക്കുറവ് തോന്നുന്നു. അപ്പം ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് അഡ്മിറ്റ് ആകാനൊന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞു ഇനി അഡ്മിറ്റ് ആയേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അഡ്മിറ്റ് ആയത് എന്തുവേ നന്നായി. കാരണം ആ സൺഡേ എനിക്ക് പെയിൻ തുടങ്ങി. അപ്പം കറക്റ്റ് ആ സൺഡേ തന്നെ അലേനയ്ക്ക് 24 hours വർക്കിംഗ് ആയിട്ട് കിട്ടി. അപ്പോൾ അവളുടെ ഡ്യൂട്ടി OP കഴിഞ്ഞിട്ട് 5 മണിയായപ്പോഴേക്കും 4 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നു. അപ്പോഴേക്കും എൻ്റെ പെയിൻ തുടങ്ങി. അവൾ എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ ഇരുന്നു. എനിക്ക് എത്രയും എന്തെങ്കിലും മാതാവ്യം പ്രാർത്ഥനകളൊക്കെ ചൊല്ലിത്തന്നു. ഓരോ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. ഓരോരോ കാര്യങ്ങൾ പെയിൻ വരുമ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിച്ചു. അതുപോലെ അവളുള്ളത് കൊണ്ട് ബാക്കി ഡോക്ടേഴ്സൊക്കെ ഭയങ്കര കോപ്പറേറ്റീവായി എന്നെ കൂടുതൽ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സത്യം പറഞ്ഞാൽ പെയിൻ പോലും അറിയാതെ, കാരണം അതിനുശേഷം സ്റ്റിച്ചിട്ട സമയത്തൊക്കെ ഇവർ കോമഡിയൊക്കെ പറയും. അപ്പം ഞാനും അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ശരിക്കും ഭയങ്കര കംഫർട്ടായിട്ടാണ് 7 മണിയായപ്പം കുഞ്ഞാവ ഉണ്ടായത്. അപ്പോൾ അത് ശരിക്കും അവൾ മാതാവാണോ അതോ മാതാവ് അയച്ച മാലാഖയാണോ എന്ന് എനിക്കറിയില്ല. കാരണം അവൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. അപ്പോൾ കറക്റ്റ് എനിക്ക് വേണ്ടി ഈശോ കൊണ്ടുവന്ന മാതാവ് കൊണ്ടുവന്ന ഒരു മാലാഖ ആയിരുന്നു അവൾ. അപ്പോൾ എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ദൈവാനുഭവമാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഒരമ്മേൻ്റെ സന്തോഷം. അതുപോലെ ആ സമയത്ത് ഇതുപോലെ ഞാൻ കംഫർട്ടബിളായിട്ട് കുഞ്ഞാവ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം ഇതിൽ നിന്ന് ഇപ്പം എൻ്റെ കുഞ്ഞാവ ഉണ്ടായിട്ട് 8 മാസമായി. അപ്പോൾ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ക്യാരക്ടർ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാറൊന്നുമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അവൾ ഭയങ്കര കാമായിട്ടുള്ള കുഞ്ഞാവയാണ്. കാരണം എൻ്റെ കസിൻസൊക്കെ എന്നോട് ചോദിക്കും നിൻ്റെ കൊച്ച് തന്നെയാണോ, കാരണം ഇത്ര കാമായിട്ടിരിക്കുന്നു. അവളങ്ങനെ അലമുറയിട്ട് കരയുവോ വഴക്കുണ്ടാക്കുമോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതുപോലെ ഇവളെ കൊണ്ട് ഞാൻ പള്ളിയിലൊക്കെ ചെല്ലുമ്പം ഇവളുടെ സെയിം ഏജുള്ള കുട്ടികളായിട്ടൊക്കെ വരുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ചേച്ചി എന്നോട് ഒരു ദിവസം ചോദിച്ചു എങ്ങനെയാണ് ഈ കൊച്ചിങ്ങനെ ഇത്ര കാമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന പള്ളിയിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അവൾ അവിടെ ഉണ്ടെന്ന് അവളാരും ഡിസ്റ്റർബ് ചെയ്യാറൊന്നുമില്ല. അവൾ പള്ളിയിലുണ്ടെന്ന് ആരും അറിയാറ് പോലുമില്ല. അപ്പം ഇതൊന്നും നമ്മുടെ യോഗ്യതകൾ കൊണ്ടോ ഒന്നുമല്ല. ഞാൻ മാത്രമല്ല ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഒരുപാട് പേര് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ഒരുപാട് പേര്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം കർത്താവിൻ്റെ കരുണയും കൃപയും അനുഗ്രഹവുമാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ പറഞ്ഞേക്കുന്ന പോലെ നമ്മുടെ സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും. അപ്പം നമുക്ക് ചോദിക്കാം ഈശോയോട്. എല്ലാവർക്കും വിശുദ്ധരായ കുഞ്ഞാവകൾ ഉണ്ടാകട്ടെ. ആമേൻ.